പാലക്കാട്ടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ്. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടും പദവിയിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ മഹിളാ മോർച്ച പ്രവർത്തകരാണ് MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ DYFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പുറത്തേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിശക്തമായ പ്രതിഷേധം പാലക്കാട് നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ സ്ക്രീനിൽ ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് നേരത്തെ കണ്ടത് മഹിളാ മോർച്ചയുടെ പ്രതിഷേധമായിരുന്നു. അല്പം മുൻപ് പൂവൻകോഴികളെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം. മറുഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ്. ബാരിക്കേഡ് കെട്ടി ഉയർത്തി പ്രതിഷേധക്കാരെ തടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ബാരിക്കേഡ് മറികടന്ന് നീങ്ങുന്ന പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. DYFI പ്രതിഷേധവും മഹിളാ മോർച്ച പ്രതിഷേധത്തിന്റെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണ പരാതികൾ ഉയർന്നു വന്നിട്ടും സംസ്ഥാന നേതൃത്വം നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇക്കാര്യത്തിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെടണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നുണ്ടായി എന്ന വിവരങ്ങൾ വരുന്നു. അല്പം മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും ഇത്തരം കാര്യങ്ങളിൽ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാഹുൽ ഇന്ന് തന്നെ നീക്കുമോ എന്ന ചോദ്യത്തിന് പക്ഷേ വ്യക്തമായ ഒരു മറുപടി പ്രതിപക്ഷ നേതാവ് നൽകിയില്ല. പാർട്ടി പരിശോധിച്ച ശേഷം നടപടി എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി. കഴിഞ്ഞ ദിവസം പുതുമുഖ നടി റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ധാരാളം സ്ത്രീകൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും. അവരിൽ പലരും പരാതിപ്പെട്ടിട്ടുണ്ട്. അവരിൽ പലരും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താനിപ്പോൾ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് എന്നാണ് റിനി ആൻഡ് ജോർജ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ യുവ നേതാവിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിലും അതിനുശേഷം എല്ലാ സൂചനകളും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാതെ കൂടുതൽ പദവികൾ നൽകി നേതൃത്വം സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണം കൂടി ഇന്നലെ ഈ വിവരങ്ങൾ പുറത്തുവിട്ട റിനി ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദവും മറുഭാഗത്ത് മറ്റൊരു വനിതയുടെ ശബ്ദവുമായിരുന്നു. അതിലൂടെയാണ് ഈ വിവാദം ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികളിന്മേൽ അന്വേഷണം വേണം എന്ന് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി കോൺഗ്രസ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പദവിയിൽ തുടരാൻ സാധിക്കില്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എപ്പോഴാണ് പ്രഖ്യാപനം ഉണ്ടാവുക, തീരുമാനങ്ങൾ എപ്പോൾ വരും എന്ന് നമുക്കറിയില്ല. വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ കടന്നു പോകുന്നത്. അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണും എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നു എന്ന സൂചന കൂടി ഞങ്ങളുടെ പ്രതിനിധി നൽകുന്നുണ്ട്. അല്പസമയത്തിനകമായിരിക്കും അങ്ങനെയാണെങ്കിൽ രാഹുൽ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക പീഡന ആരോപണ പരാതികളിന്മേൽ? അത് ഒന്നോ രണ്ടോ അല്ല, ധാരാളം പരാതികൾ ഉയർന്നു വരുന്നു. പലയിടങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നതടക്കമുള്ള ധാരാളം ആരോപണങ്ങളാണ് ഇപ്പോൾ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ ഭാവിയെ ദോഷമായി ബാധിക്കാൻ പോകുന്ന ഈ വളരെ ഗൗരവമേറിയ പരാതികളിന്മേൽ രാഹുലിന് എന്ത് പറയാനുണ്ട് എന്ന് ഒരുപക്ഷെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. പ്രതിഷേധം ശക്തിപ്പെടുന്നു. ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് പാലക്കാട്ടെ DYFI പ്രതിഷേധം മാറുന്നു. പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും ആണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരിക്കേഡ് ഉയർത്തി പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രതിഷേധ ചൂടിലേക്ക് പാലക്കാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട്ടെ മഹാവിജയം നേടിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കന്നി അംഗത്തിലൂടെ വിജയം കൈവരിച്ചാണ് നിയമസഭയിലേക്ക് എത്തിയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തന്നെ രാഹുൽ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെതിരെ നിരവധി തവണ പലരും പരാതിപ്പെട്ടിട്ടും ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും പലരും പലതരത്തിലുള്ള ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇതിന്റെ വിവരങ്ങളൊക്കെ അറിയാമായിരുന്ന നേതൃത്വം രാഹുലിനെ സംരക്ഷിച്ചു നിർത്തി എന്ന ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞ മറുപടി തനിക്ക് ഒരു പരാതിയും നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ്. താൻ മകളെ പോലെ കാണുന്ന ആ യുവതി ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതേ പരാതി തന്നോടും പറഞ്ഞിരുന്നു. അന്ന് ഒരു പിതാവ് എന്താണോ മകൾക്കെതിരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ
ചെയ്യുക, അത് താൻ ചെയ്തിട്ടുണ്ട്. അത് സന്ദേശങ്ങൾ അയച്ചു, അശ്ലീല സന്ദേശം അയച്ചു എന്ന പരാതിയാണ്. അതിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പം മുൻപ് പറഞ്ഞത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാനുള്ള ധാർമ്മികമായ കരുത്തും അധികാരവും ഉണ്ടോ എന്നതാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം. ആ നടപടി എപ്പോഴുണ്ടാകും എന്നതിന് കാത്തു നിൽക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അവരുടെ പ്രതികരണം ഞങ്ങൾ പ്രതിഷേധിക്കാനാണ് വന്നത്, ഓഫീസ് തകർക്കാനല്ല. അങ്ങനെ തകർക്കാനാണെങ്കിൽ ഈ പോലീസ് നിങ്ങൾക്ക് മതിയാവില്ല. പ്രവർത്തകർ വിചാരിച്ചാൽ പോലീസ് മതിയാവില്ല. അവരെ ആ പ്രവർത്തകരെ ഇങ്ങോട്ട് വിടാൻ പറയും. പ്രവർത്തകരെ ഇങ്ങോട്ട് വിടുന്നു. കുറേയധികം പ്രവർത്തകർ GK ആ മേഖലയിൽ നിന്ന് ചാടിക്കയറിയിട്ടുണ്ട്. അപ്പുറത്തേക്ക് ചാടിക്കയറി പോലീസ് അവർ ആ മേഖലയിൽ തടഞ്ഞു വെച്ചു. ബാരിക്കേഡ് പ്രവർത്തകർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ അടക്കമുള്ള ആളുകൾ, R ജയദേവൻ അടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിന് കാരണത്തെ കുറിച്ച് നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.